എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അടുപ്പിലാണ് തീ കത്തിക്കുന്നത്. മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ ഇച്ചിരി ഏറെ വേണം. പിന്നെ നേരത്തെ ഇട്ടിട്ടുണ്ട്, 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും അതും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വിടാതെ ഒരു മാങ്ങാച്ചാർ പെട്ടെന്ന് അത് കേടുകൂടാതെ വെള്ളം തന്നെ വാവിയേ ചെയ്ത് നമ്മളിന്നലെ കഴുകി മാങ്ങയെല്ലാം കഴുകി വെയിലത്ത് വെച്ച് ഉപ്പിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞ് അത് കണ്ട ഉണക്കി വെച്ചേക്കുന്ന ഒരു കിലോ മാങ്ങ കാണും. ഒന്നിൽ ഇച്ചിരി കൂടെ ഉണ്ട്. അത് അച്ചാറിടാൻ അത് കേടുകൂടാതെ നമ്മളൊരു ഭരണിയിൽ ചില്ലും കുപ്പിയിലിട്ട് വെക്കണം. നമുക്ക് വേണ്ടുന്നത് ഒരു ശകലം ജീരകം, ഇത്തിരി വേണ്ട, ഇച്ചിരി മതി. പിന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ കണ്ടോ. കടുക് ഒരു വലിയ 2 സ്പൂൺ കടുക് അതങ്ങോട്ടിടുക. നമ്മൾ കടുകിട്ടു. പിന്നെ ഒരു സ്പൂൺ ജീരകം, ഉലുവ, അതും അങ്ങോട്ടിട്ടു. എന്നിട്ട് ഈ പ്രാവശ്യം നമുക്ക് ഇതൊന്നും ഇടേണ്ട കാര്യമില്ല, കായം ഒന്നും ഇടണ്ട, ഒരു കായവും വേണ്ട. അപ്പോൾ ഇനി നമുക്കത് ഒന്ന് ചൂടായി എടുക്കാം. കായം, വെളുത്തുള്ളി, ഇഞ്ചി ഒന്നും വേണ്ട, ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടാണ്. ഒരു കടുകെണ്ണ ഒഴിക്കുന്നത്, നമ്മളതിന് പകരം നല്ലെണ്ണ ഒഴിക്കുന്നത്. ചൂടാകട്ടെ. ചൂടാക്കിയില്ലേ ഒരു പച്ചച്ചവ വരും, അതിനാണ് ചൂടാക്കുന്നത്. അത് എളുപ്പം എല്ലാവരും ഉണ്ടാക്കി. മാങ്ങ ഒത്തിരി ഉള്ളവർ, മാവും ഒക്കെ ഉള്ളവർ ഇതിങ്ങനെ നല്ല കുപ്പിക്കകത്തിലിട്ട് അടച്ച് വെച്ചാൽ മതി. നല്ല കുറേ നാളിരിക്കും. ചിലർ വെയിലത്തൊക്കെ വെക്കും. വെയിലത്ത് വേണമെങ്കിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നല്ലൊരു നിറച്ച എണ്ണ മേളിൽ കിടക്കണം, അപ്പോൾ ചീത്തയാക്കി. ശരിയായി. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമാണ്. അപ്പം അത് ശരിയായി. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മളൊരു 300 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചേക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് ഒത്തിരി അങ്ങ് തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ആ പച്ചമണം ഒന്നും ആ എണ്ണയുടെ ആ ഒരു കുത്തലൊന്ന് മാറാൻ മാത്രം മതി. മാങ്ങ കളയാതെ ഇങ്ങനെ എടുത്ത് വെച്ച് അച്ചാറിട്ട് വെച്ചാൽ നമുക്ക് മാങ്ങ ഇല്ലാത്ത സീസണിലൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഇത് നമ്മുടെ നാടൻ സൈസല്ല, നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ സൈസിലാണ് അവരിങ്ങനെ ഇടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കൊന്ന് പരീക്ഷിച്ചാൽ, അതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അത് നല്ലതാണ്. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പം അത് ചൂടായി. ഇത് മതി, ഇത്രയും ചൂടായാൽ മതി. ഇത്തിരി ചൂടാകണം. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതെല്ലാം കൂടെ പൊടിച്ചത് ഇതിനകത്തോട്ടിട്ടു. അത് കഴിഞ്ഞ് മുളക് പൊടി ഇതിനകത്തോട്ടിടാം. ഒരു 2-3 വലിയ സ്പൂണ് ഇതിനകത്തോട്ടിട്ടു. ഇതിനകത്തോട്ട് ഉപ്പിട്ടു. ഉപ്പ് ഓൾറെഡി നമ്മൾ ഇട്ടാണ് ഇത് വെച്ചേക്കുന്നത്.
ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഇത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് മാങ്ങ ഇടാം. മാങ്ങ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് എളുപ്പമാണ്. നമുക്ക് അരിഞ്ഞ് ഒന്നിൽ പിന്നെ ഫാനിൻ്റെ കീഴിലോ വല്ലതും വെച്ച് അതിൻ്റെ വെള്ളം നനവ് പറ്റിച്ച് എടുത്താൽ മതി. നമുക്ക് ഈ മാങ്ങ ഇല്ലാത്ത സീസൺ സമയത്ത് നമുക്കൊരിച്ചിരി എടുത്ത് നോർത്ത് ഇന്ത്യക്കാരൊക്കെ ചപ്പാത്തിക്കൊക്കെ ഇത് തന്നെ കഴിക്കുന്നു.